അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി കൊഞ്ച് റോസ്റ്റ്. അപ്പം ഞാൻ അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണയൊക്കെ കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ. അടുത്തത് കൊച്ചുള്ളി ചതച്ചതാണേ. അടുത്തത് സവാള. അടുത്തത് വെളുത്തുള്ളി ചതച്ചത്. അടുത്തത് ഇഞ്ചി ചതച്ചത്. ഇതൊന്ന് മൂക്കണം. അതൊരു ബ്രൗൺ നിറമാവുന്നിടം വരയ്ക്കും ഇതൊന്ന് മൂപ്പിക്കണം. നല്ലതുപോലെ വേണ്ട, കരിഞ്ഞു പോകും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇവിടെ ചേർക്കുവാണേ. പക്ഷേ ഇന്നെനിക്ക് ഫ്രഷ് കറിവേപ്പില കിട്ടിയില്ല. ഇതൊരു 2 ദിവസമായി വാങ്ങിച്ചിട്ട്. ഈ പരുവൊക്കെ മതി കേട്ടോ. കൂടുതൽ മൂക്കുകയാണെങ്കിൽ ഇതൊന്ന് കറുത്തു പോകും. അപ്പം ഇതിലേക്ക് ഓപ്ഷനിലാണ് ഒരു 2 പച്ചമുളക് ചതച്ചത്. കൂടുതൽ വേണ്ട. അടുത്തത് 1 തക്കാളി അരിഞ്ഞത്. ഇനി ഇതൊന്നുകൂടി വഴറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. എരിയൊക്കെ വളരെ കുറച്ച് മതി. കാര്യം കൊച്ചു കുട്ടികളൊക്കെ കൊഞ്ച് റോസ്റ്റ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എരിയൊക്കെ കൂടുകയാണെങ്കിൽ അവർ കഴിക്കത്തില്ല. ഇനി കുറച്ച് മല്ലിപ്പൊടി. അടുത്ത ഇത്തിരി കുരുമുളക് പൊടി. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി. കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കൊഞ്ചിടുകയാണേ. ഈ കൊഞ്ചിടുകയാണേ. ഇതിനകത്തെ ഈ കൊഞ്ച് ഇത്തിരി വലുതായതുകൊണ്ട് ഇതിന്റെ തല കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇനി ഇത് ട്രൈ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ ഇതിന്റെ തല കൂടി ചേർക്കുക. ഇനി ഇത് ഇളക്കി യോജിപ്പിക്കുക. കൊഞ്ചിനൊരല്പം വേവുണ്ട്. വേഗത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വേവിക്കാം. അപ്പം ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, വെന്തിട്ടുണ്ട്. അപ്പം ഇത് ഞാനൊരിത്തിരി ചാറോട് കൂടി തന്നെ എടുക്കുകയാണ്. കാര്യം ഇത് ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാനാണ്. ഇത് ചോറിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തി, അപ്പം, പൊറോട്ട കൂട്ടി കഴിക്കാം. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.